ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഗമാണിത്. ഇതിൻ്റെ അകത്തൊരു ഫസ്റ്റ് പാർട്ട് എന്നുണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിലെ കുറച്ച് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു തൊഴിൽ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത്, ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോകുന്ന സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് ലക്നൌവിൽ വെച്ചാണ്. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷമാണ് 1916. ഗാന്ധിജി കൈസറെ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഉപേക്ഷിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിലെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? 1920 കൊൽക്കത്തയിലാണ്. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയത്? അത് നിസ്സഹകരണ സമരം. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച ഐത്തത്തെ വെല്ലുവിളിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? കാരമുക്ക് ക്ഷേത്രം. ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഏതായിരുന്നു? ആലപ്പുഴയിലെ കളവങ്കോട്. ഓം എന്നെഴുതിയ കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഏത് ക്ഷേത്രത്തിലാണ്? കളവങ്കോട്. ഒരു ജനതയുടെ അനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്ന പാട്ടുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ തൻ്റെ ആശയം പ്രചരിപ്പിച്ചതാണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചതും ആരാണ്? ശ്രീ കുമാര ഗുരുദേവൻ ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ സമാധാന ജാഥ നയിച്ച് അറസ്റ്റിലായ നവോത്ഥാന നായകനാണ് ശ്രീ കുമാര ഗുരുദേവൻ. കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? മേച്ചിൽ പുല്ല് സമരം. ഒരു വ്യൂഹത്തിലെ സന്തുലന സാഹചര്യങ്ങളെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിന് മാറ്റമുണ്ടാക്കിയാൽ വ്യൂഹം ആ മാറ്റത്തിൻ്റെ സ്വാധീനം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നു. ഇങ്ങനെ പ്രസ്താവിക്കുന്ന നിയമമാണ് ലേ ഷാറ്റ്ലിയർ തത്വം. പഞ്ചസാര, ഗ്ലൂക്കോസ് എന്നിവയിലെ ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. ചാർജും മാസും ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ കിരണം. വിഭജിക്കാൻ കഴിയാത്ത ആറ്റത്തിൻ്റെ കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ കുറച്ചാൽ ലഭിക്കുന്നത് ന്യൂട്രോണുകളുടെ എണ്ണമാണ്. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സോഡിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് സോഡിയം 24. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകപ്പെട്ട ആദ്യത്തെ മൂലകമാണ് സീബോർഗിയം. 2016 പീരിയോഡിക് ടേബിളിൽ പുതുതായി ചേർക്കപ്പെട്ട മൂലകമാണ് നിഹോണിയം, മോസ്കോവിയം, ടെന്നൈസൺ, ഓഗനൈസൺ. ഇതൊക്കെയാണ് നിഹോണിയം, മോസ്കോവിയം, ടെന്നൈസൺ, ഓഗസൈൻ. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ്. ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പാണ് 16ാം ഗ്രൂപ്പാണ്. ഗാർഹിക വൈദ്യുത സർക്യൂട്ടുമായും മറ്റും ബന്ധപ്പെടുന്ന ഉയർന്ന വൈദ്യുതപ്രവാഹം അളക്കാനുള്ള ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ. വൈദ്യുതപ്രവാഹം ഉളവാക്കുന്ന കാന്തിക മണ്ഡലം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ. അടുത്തത്, സ്ഥിരത കൈവരിച്ച് ഇലക്ട്രോൺ ക്രമീകരണം ഉള്ളതിനാൽ സാധാരണ നിലയിൽ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്ത മൂലകങ്ങളുടെ ഗ്രൂപ്പാണ് 18ാം ഗ്രൂപ്പ്.
ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഒരു കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് കപ്പൽ കൂടുതൽ ഉയരുന്നു. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. ഭക്ഷണപദാർത്ഥങ്ങളിൽ ഊർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കാനുള്ള യൂണിറ്റാണ് കിലോ കലോറി. ഒരു കിലോ കലോറി എന്നത് 4200 ജൂളാണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺട്രേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. പെട്രോൾ കാറുകളിൽ ഉപയോഗിക്കുന്ന ഊർജ്ജ പരിവർത്തനം രാസോർജ്ജത്തെ ഗതികോർജ്ജമാക്കി മാറ്റുന്നു. ഒരു റിസർവോയറിലെ ജലത്തിനുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അടുത്തത് വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ ശക്തി സൂചിപ്പിക്കുന്നതാണ് കുതിരശക്തി. വൈദ്യുതപ്രവാഹമുള്ള സർക്യൂട്ടിൽ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അറിയപ്പെടുന്നതാണ് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഒരു ഉപകരണമാണ് വോൾട്ട് മീറ്റർ. മൊബൈൽ ഫോണുകളിലെയും മറ്റും പവർ ബാങ്കുകളിൽ ഏത് രീതിയിലാണ് സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്? അത് സമാന്തര രീതിയിൽ. ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹം വെള്ളി. ഒരു ചാലകത്തിലെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധവും വർദ്ധിക്കുന്നു എന്ന തത്വം റിയോസ്റ്റാറ്റ്. കേൾവിക്കുറവ് കണ്ടെത്താനായി കേൾവി പരിശോധന നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ. മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ അസഹ്യവും അസ്വസ്ഥതകൾ ഉളവാക്കുന്ന അനാവശ്യവുമായ ശബ്ദസൃഷ്ടി അറിയപ്പെടുന്നത് ശബ്ദമലിനീകരണം എന്നാണ്. ഭൂപടങ്ങളിലെ മഞ്ഞനിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിടങ്ങൾ. കേരളാതീരത്തെ ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളൊരു ഫാക്ടറിയാണ് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധാരണമായി കാരണമാകുന്നതാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട്. ഈ മൃതങ്ങളായ രോഗാണുക്കളെ ഉപയോഗിക്കുന്ന വാക്സിനുകൾക്ക് ഉദാഹരണമാണ് റാബീസും സാൽക്കു വാക്സിനുമാണ്. ജീവനുള്ളതും നിർവീര്യമാക്കപ്പെട്ടതുമായ രോഗാണുക്കളെ ഉപയോഗിക്കുന്ന വാക്സിനാണ് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ടാക്സിനുകൾ നിർവീര്യമാക്കി ഉപയോഗിക്കുന്ന വാക്സിനാണ് TT വാക്സിൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമായിട്ടുള്ള ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ശരീരത്തിലെ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമായ രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വാതപ്പനി. പാർലമെൻറ്റ് പാസാക്കിയ 1994 10-ാം നമ്പർ ആക്റ്റാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ഏത് വകുപ്പാണ് മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്നത്? വകുപ്പ് 21D. വകുപ്പ് 21D. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ ഏതൊക്കെ ലിസ്റ്റുകളെ ഉൾപ്പെടുന്ന വിഷയം മാത്രമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണയിൽ എടുത്തിരിക്കുന്നത്? അത് 2ഉം 3ഉം ലിസ്റ്റുകളാണ്.